ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു സൂര്യനമസ്കാരം ചെയ്യുമ്പം അതിൻ്റെ പകുതി 6 എണ്ണം നമ്മൾ ചെയ്യുക, എന്നിട്ട് വിശ്രമിക്കുക. അത് പിന്നെയും റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ വേണം ചെയ്യാൻ. 4-5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് അത് നിങ്ങൾ കൺഫേം അതിൻ്റെ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ നന്നായി പഠിക്കണം. അത് കഴിഞ്ഞ് വേണം അതിൻ്റെ റിവേഴ്സായിട്ട് അത് തന്നെ തിരിച്ച് ചെയ്യാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നലെ നമ്മൾ ഫുള്ള് കണ്ടു, പിന്നെ പകുതി വരെ കണ്ടു, കോബ്ര പോസ് വരെ. ശരിക്കും അഷ്ടാംഗ നമസ്കാരം കഴിഞ്ഞ് നിങ്ങൾ യോഗയെ പതിഞ്ഞ് കിടക്കുന്നിടം വരെയാണ് ആദ്യത്തെ പകുതി ചെയ്യേണ്ടത്. അത് നിങ്ങൾ റിപ്പീറ്റഡായിട്ട് 4-5 ദിവസം ചെയ്തിട്ടേ ബാക്കി പഠിക്കാവുള്ളൂ. ഇനി ബാക്കി കാണിക്കാം. ഇവിടെ യോഗ ചെയ്യുന്നത് എൻ്റെ കൊച്ചുമകളാണ്. ഇന്ന് നമുക്ക് സൂര്യനമസ്കാരം കാണാം. പക്ഷേ ഇന്നലെ ചെയ്തതിൻ്റെ പകുതിയാവുമ്പോൾ ഞാൻ നിർത്തിയിട്ട് ബാക്കി കൃത്യമായിട്ട് കാണിച്ചു തരാം. സൂര്യനമസ്കാരം കണ്ടുകൊള്ളുക. തുടക്കം എങ്ങനെയാണെന്ന് കാണുക. പ്രണാമാസനം ചെയ്യുന്നു. ശ്വാസം എടുത്തുകൊണ്ട് ഹസ്ത ഉത്താനാസനം, ശ്വാസം വിട്ടുകൊണ്ട് പാദഹസ്താസനം, ഒരു കാല് പുറകോട്ട് വിട്ടുകൊണ്ട് അശ്വസഞ്ചലനാസനം, ശ്വാസം മൊത്തം വിട്ടുകൊണ്ട് പുക്കളെ നോക്കി നിൽക്കുന്ന പർവ്വതാസനം, പിന്നെ അഷ്ടാംഗ നമസ്കാരം, മാറ്റെ പതിഞ്ഞ് കിടക്കുന്നു, കോബ്ര പോസ്. ഇന്നലെ ഇത്രയും പഠിച്ചു. ഇനി കോബ്ര പോസ് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ചെയ്യുകയാണ്. പർവ്വതാസനത്തിലോട്ട് പോകുന്നു. പുറകോട്ട് വെച്ചതിൽ ഒരു കാലെടുത്ത് പുറകോട്ട് വെച്ച കാല് മുന്നോട്ട് വെക്കുന്നു, അശ്വസഞ്ചലനാസനം, മറ്റേ കാല് ഒപ്പിച്ച് വെക്കുന്നു, അധോമുഖാസനം, ശ്വാസം എടുത്തുകൊണ്ട് പൊങ്ങി വന്ന് ഹസ്താസനം, പ്രണാമാസനം. ഇപ്പോൾ 12 ആയി. ഒന്നുകൂടി ആ പകുതി മുതൽ കാണിക്കാം. യോഗ മാറ്റി പതിഞ്ഞ് കിടക്കുന്നു. അഷ്ടാംഗം കഴിഞ്ഞിട്ട് ഇങ്ങനെ മാറ്റിലെല്ലാ ഭാഗങ്ങളും പതിഞ്ഞ് കിടക്കുന്നു. അത് കഴിഞ്ഞ് കോബ്ര പോസ്. മേളിലോട്ട് നോക്കി ശ്വാസം എടുത്തുകൊണ്ട് മേളിലോട്ട് നോക്കുന്നു, ശ്വാസം വിട്ടുകൊണ്ട് പുറകോട്ട് വെച്ച കാല് മുന്നോട്ട് വെക്കുന്നു. അത് കഴിഞ്ഞ് മറ്റേ കാല് മുന്നോട്ട് വെക്കുന്നു, ശ്വാസം മുഴുവൻ വിട്ടുകൊണ്ട് പാദഹസ്താസനം, ശ്വാസം എടുത്തുകൊണ്ട് ഹസ്ത ഉത്താനാസനം, പ്രണാമാസനം. മനസ്സിലായെന്ന് കരുതുന്നു. ഇതാണ് ഫുൾ സൂര്യനമസ്കാരം. സൂര്യനമസ്കാരം നിങ്ങൾ ബാക്കിയുള്ള എല്ലാ യോഗകളും ചെയ്ത് എല്ലാ അവയവങ്ങളും ഫ്ലെക്സിബിൾ ആക്കി കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് സൂര്യനമസ്കാരം സ്റ്റാർട്ട് ചെയ്യാം. സൂര്യനമസ്കാരത്തിൻ്റെ ഗുണങ്ങൾ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ ഫുൾ ബോഡിയെ ഫ്ലെക്സിബിൾ ആക്കുകയാണ്. ഏറ്റവും നല്ലൊരു ആസനമാണ്. എല്ലാവർക്കും ചെയ്യാം. 8 വയസ്സിനുള്ള മേളിലുള്ള എല്ലാവർക്കും ചെയ്യാം. ഓക്കേ.